കേരളത്തിലേക്ക് വീര്യം കുറഞ്ഞ മദ്യം വരുന്നു. മദ്യക്കമ്പനികളുടെ ആവശ്യം അംഗീകരിച്ചു. ഇന്നലെയാണ് നികുതി ഘടന നിശ്ചയിച്ചത്. മുസിരീസ് പൈതൃക പദ്ധതിയുടെ ഭാവിയെക്കുറിച്ച് ബജറ്റിൽ വ്യക്തമായ പുതിയ പ്രഖ്യാപനങ്ങളില്ലാത്തതിൽ നിരാശ. പുതിയ പദ്ധതികളോ പ്രത്യേക ധനവിനിയോഗമോ ബജറ്റിൽ ഉൾപ്പെട്ടിട്ടില്ല. തൃപ്രയാറിൽ കാറിൽ നിന്ന് 16 ലക്ഷം രൂപ കവർന്ന കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ഡോളർ ഇടപാടിന്റെ മറവിൽ നടന്ന തട്ടിപ്പാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കേരളത്തിൽ ലോ ആൽക്കഹോളിക് ബെവറേജസ് വിഭാഗത്തിൽപ്പെടുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഘടന പ്രഖ്യാപിച്ചതോടെ ഈ വിഭാഗത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്താനുള്ള സാധ്യത തുറന്നു. മദ്യനയവുമായി ബന്ധപ്പെട്ട ബജറ്റ് പ്രഖ്യാപനങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിൽ എത്താനുള്ള സാധ്യതകൾക്ക് വഴിയൊരുങ്ങി. ലോ ആൽക്കഹോളിക് ബെവറേജസ് വിഭാഗത്തിലെ മദ്യങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നികുതി ഘടന പ്രഖ്യാപിച്ചതോടെയാണ് പുതിയ നീക്കം. 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ ഉള്ള പാനീയങ്ങളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. 0.5 മുതൽ 10% വരെ വീര്യമുള്ളവയ്ക്ക് 120% നികുതിയും 10 മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% നികുതിയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ ഈ വിഭാഗത്തിലുള്ള മദ്യവിൽപ്പനയ്ക്ക് അനുമതി സംബന്ധിച്ച ചട്ടഭേദഗതി ഉണ്ടായിരുന്നെങ്കിലും വ്യക്തമായ നികുതി ഘടന ഇല്ലാത്തതിനാൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിയിരുന്നില്ല. അതിനാൽ കമ്പനികൾ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും വ്യാപാരമായി മുന്നോട്ടു പോകാൻ സാധിച്ചിരുന്നില്ല. പുതിയ നികുതി ഘടന പ്രഖ്യാപിച്ചതോടെ ഈ വിഭാഗത്തിലെ ഉൽപ്പന്നങ്ങൾ കേരള വിപണിയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യത ശക്തമാക്കിയിരിക്കുകയാണ്. പുതിയ നികുതി ഘടന പ്രഖ്യാപിച്ചതോടെ ഈ വിഭാഗത്തിലെ ഉൽപ്പന്നങ്ങൾ കേരള വിപണിയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യത ശക്തമായിരിക്കുകയാണ്. മീഡിയ ടൈം, കൊച്ചി. മുസിരീസ് പൈതൃക പദ്ധതിയുടെ ഭാവിയെക്കുറിച്ച് സംസ്ഥാന ബജറ്റിൽ വ്യക്തമായ പുതിയ പ്രഖ്യാപനങ്ങളില്ലാത്തത് നിരാശയ്ക്ക് ഇടയാക്കി. ലോകോത്തര പൈതൃക ടൂറിസം കേന്ദ്രമാക്കുമെന്ന് ആവർത്തിച്ച പ്രഖ്യാപനങ്ങൾക്കിടയിലും ഇത്തവണയും പുതിയ പദ്ധതികളോ പ്രത്യേക ധനവിനിയോഗമോ ഇല്ലെന്നതാണ് പ്രധാന വിമർശനം. പുരാവസ്തു വകുപ്പ് മന്ത്രി കൂടിയായ OJ ജനീഷിന്റെ മണ്ഡലത്തിൽ നടപ്പാക്കുന്ന മുസിരീസ് പൈതൃക പദ്ധതിയുടെ പുരോഗതിയെക്കുറിച്ച് സംസ്ഥാന ബജറ്റിൽ വ്യക്തമായ പുതിയ പ്രഖ്യാപനങ്ങൾ ഇല്ലാത്തത് വിമർശന വിധേയമാവുകയാണ്. കൊടുങ്ങല്ലൂർ, പറവൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ലോകോത്തര പൈതൃക ടൂറിസം കേന്ദ്രമാക്കുമെന്ന മുൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണയും അതിന് ആവശ്യമായ പുതിയ പദ്ധതികളോ പ്രത്യേക ധനവിനിയോഗമോ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ ബജറ്റിൽ 14 കോടി രൂപയായിരുന്ന വകയിരുത്തൽ ഈ വർഷം 19 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇത് പ്രധാനമായും നിലവിലുള്ള പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണത്തിനും പരിസ്ഥിതി സൗഹൃദ ടൂറിസം വികസന പ്രവർത്തനങ്ങൾക്കുമാണ് ഉപയോഗിക്കപ്പെടുന്നത്. പുതിയ വികസന പദ്ധതികൾക്ക് പ്രത്യേക ഫണ്ടിംഗ് ഇല്ലെന്നതാണ് വിമർശനം. സുഗന്ധവ്യഞ്ജനപാത, റിവർ ക്രൂയിസ് പൈതൃക പദ്ധതി, മാളക്കടവ് പുനരുദ്ധാരണം തുടങ്ങിയ നിർണായക പദ്ധതികൾക്ക് ഇത്തവണയും ധനവിനിയോഗം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും അത് യാഥാർത്ഥ്യമാകാത്തതാണ് പദ്ധതികളുടെ മെല്ലെപ്പോക്കിനും കാലതാമസത്തിനും ഇടയാക്കുമെന്ന വിമർശനത്തിന്റെ പ്രധാന ഹേതു. ശതകോടികൾ ചെലവഴിച്ചാരംഭിച്ച മുസിരീസ് പൈതൃക പദ്ധതി കൊടുങ്ങല്ലൂർ, പറവൂർ, കയ്പമംഗലം മണ്ഡലങ്ങളിലായി വ്യാപിച്ചിരിക്കുന്നതാണ്. എന്നാൽ 2021 മുതൽ പുതിയ പദ്ധതികളുടെ അഭാവവും നിലവിലുള്ള പ്രവർത്തനങ്ങളുടെ മന്ദഗതിയും പദ്ധതിയുടെ പുരോഗതിയെ ബാധിച്ചതായാണ് വിലയിരുത്തൽ. മീഡിയ ടൈം, മാള. തൃപ്രയാർ കിഴക്കേനട പയ്യന്നൂരിൽ 4 അംഗ സംഘത്തെ ആക്രമിച്ച് 16 ലക്ഷം രൂപ കവർന്ന കേസിൽ നിർണായക പുരോഗതി. പ്രതികൾ ഉപയോഗിച്ച വാഹനം കണ്ടെത്തിയതോടെ അന്വേഷണം പോലീസ് കൂടുതൽ ശക്തമാക്കി. 8 അംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. തൃപ്രയാറിനടുത്ത് നടന്ന 16 ലക്ഷം രൂപ കവർച്ചാ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. പട്ടാമ്പിക്ക് സമീപം വിളയൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗം മുഹമ്മദ് റാഫി ഉൾപ്പെടെയുള്ള 4 അംഗ സംഘത്തിനാണ് പണം നഷ്ടപ്പെട്ടത്. നോട്ട് നൽകി ഡോളർ വാങ്ങാനെന്ന വ്യാജ ഇടപാടിന്റെ മറവിലാണ് സംഘം തൃപ്രയാറിൽ എത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. രഞ്ജിത്ത് എന്ന ഗുണ്ടാ നേതാവിന്റെ നേതൃത്വത്തിലാണ് കവർച്ച നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ രാത്രി 8:45 ആമലത്തുകുളങ്ങര ക്ഷേത്രത്തിന് സമീപമാണ് ആക്രമണം നടന്നത്. ഡോളർ ഇടപാടിനായി വിളിച്ചുവരുത്തിയ സംഘത്തെ ബൈക്കിലും പിന്നാലെ എത്തിയ ഇന്നോവ കാറിലും എത്തിയ അക്രമികൾ ആക്രമിക്കുകയായിരുന്നു. പെപ്പർ സ്പ്രേ പ്രയോഗിക്കുകയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ശേഷം പണം കവർന്നുവെന്നാണ് വിവരം. സംഭവത്തിന് പിന്നാലെ ഇന്നോവ കാർ വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൂക്കോട്ട് ശിവക്ഷേത്രത്തിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. രാവിലെ ഒരു യുവാവ് കാർ അവിടെ ഉപേക്ഷിച്ച് ബൈക്കിൽ കടന്നുപോയതായി ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട്.
ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമം ശക്തമാക്കിയിട്ടുണ്ട്. മീഡിയ ടൈം, കയ്പമംഗലം. കയ്പമംഗലത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ 2 ആടുകൾക്ക് കടിയേറ്റ സംഭവവും തുടർന്ന് പ്രദേശത്ത് പടർന്ന ഭീതിയും ആശങ്കയും തുടരുന്നു. നായയെ പിടികൂടിയതോടെ താൽക്കാലികമായി സാഹചര്യം നിയന്ത്രണത്തിലായതായി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം നടന്നത്. കയ്പമംഗലം ചിറക്കൽ പള്ളിക്ക് സമീപം മുന്നാക്കപ്പറമ്പിൽ അബ്ദുൾ റഹ്മാന്റെ വീട്ടിൽ വളർത്തിയിരുന്ന 2 ആടുകൾക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ കടിയേറ്റു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം. ആടുകളെ ആക്രമിച്ച ശേഷം നായ പ്രദേശത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് റോഡിലൂടെ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾക്കും യാത്രക്കാർക്കും പിന്നാലെ ഓടി ഭീതി പരത്തിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലായി. വിവരമറിഞ്ഞെത്തിയ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വാർഡ് മെമ്പർ ലുബ്ന ജിനൂബ്, മുൻ മെമ്പർമാരായ ജിനൂബ്, CJ ജോഷി എന്നിവർ നാട്ടുകാരോടൊപ്പം ചേർന്ന് നായയെ കണ്ടെത്തി. തുടർന്ന് തളിക്കുളം അനിമൽ സ്ക്വാഡിനെ വിളിച്ചു വരുത്തി നായയെ സുരക്ഷിതമായി പിടികൂടി. നായയ്ക്ക് പേവിഷബാധ ഉണ്ടാകാമെന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നായയെ പ്രത്യേക കൂട്ടിൽ നിരീക്ഷണത്തിലാക്കിയതായി അധികൃതർ അറിയിച്ചു. കടിയേറ്റ ആടുകൾക്ക് ആവശ്യമായ ചികിത്സ നൽകുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, കയ്പമംഗലം. ലോകകപ്പ് ഫുട്ബോൾ ആവേശവും ലഹരി വിരുദ്ധ സന്ദേശവും ഒന്നിച്ചു ചേർത്ത ചന്ദ്രാപിന്നി ഹൈസ്കൂളിൽ വർണ്ണാഭമായ ആഘോഷം. മില്യൻ തൂഫാൻ ഗോൾ ക്യാമ്പയിനോടനുബന്ധിച്ച് പരിപാടികൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തത്തോടെ ശ്രദ്ധേയമായി. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം വിദ്യാലയ അന്തരീക്ഷത്തിലേക്ക് പകർത്തിക്കൊണ്ട് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ UP വിഭാഗങ്ങൾ സംയുക്തമായി വർണ്ണാഭമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, PTA മാനേജ്മെന്റ് അംഗങ്ങൾ, അനധ്യാപക ജീവനക്കാർ എന്നിവർ ഒന്നിച്ചു ചേർന്ന ഈ പരിപാടി കായികോത്സാഹത്തിന്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും സംഗമമായി മാറി. ലോകകപ്പിൽ പങ്കെടുക്കുന്ന വിവിധ രാജ്യങ്ങളുടെ ഫ്ലക്സുകളും പതാകകളും ജേഴ്സികളും അണിഞ്ഞ വിദ്യാർത്ഥികളുടെ അണിനിരപ്പും താളമേളങ്ങളോടെയുള്ള വരവേൽപ്പും ആഘോഷങ്ങൾക്ക് കൂടുതൽ നിറപ്പകിട്ട് നൽകി. അധ്യാപകരും അനധ്യാപക ജീവനക്കാരും തങ്ങളുടെ ഇഷ്ട ടീമുകളുടെ ജേഴ്സികൾ അണിഞ്ഞ പരിപാടിയിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപ്പാക്കുന്ന മില്യൺ തൂഫാൻ ഗോൾ ക്യാമ്പയിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരങ്ങളും ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശങ്ങളും സംഘടിപ്പിച്ചു. ലോകകപ്പ് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ VV സുബീഷ് നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ മില്യൺ തൂഫാൻ ഗോൾ സ്കൂൾ തല പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം പോലീസ് സബ് ഇൻസ്പെക്ടർ MM അജാസുദ്ദീൻ, നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് BK ജ്യോതിപ്രകാശ് എന്നിവർ മുഖ്യാതിഥികളായി. മീഡിയ ടൈം, കയ്പമംഗലം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള അണ്ണല്ലൂർ ഗ്രാമീണ വായനശാലയിൽ വായന പക്ഷാചരണത്തിന് തുടക്കമായി. എഴുത്തുകാരൻ വടക്കേടത്ത് പത്മനാഭൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആ വായനശാലയാണ് നമുക്ക് കൂടുതൽ പരിചയം. ഒരു 50കളിലൊക്കെ ആരംഭിച്ചൊരു വായനശാല ആനപ്പാറയുണ്ട്. അതിൻ്റെ കുറച്ച് കാലം ഞാൻ അതിൻ്റെ പ്രസിഡൻറ്റും എൻ്റെ പ്രവർത്തകനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ടില്ല. പക്ഷെ ആ സമയത്ത് ഈ ഭാഗത്ത് ഒരു വായനശാല ഇല്ല. അതേസമയം പഴൂക്കര, അതിനു മുൻപ് പഴൂക്കര, ഇപ്പം ഇന്ന് ആയുർവേദ വൈദ്യശാലയായിട്ട് നിൽക്കുന്ന ആ കെട്ടിടം ശരിക്കും ഒരു വായനശാലയ്ക്ക് വേണ്ടി പെടുന്നിട്ടുള്ള കെട്ടിടം. അതൊരു ഗംഭീര വായനശാലയാണ്. വാസ്തവത്തിൽ ഇന്ന് അങ്ങനെ വായനശാല അടുത്ത പ്രദേശത്തൊന്നുമില്ല. അത്രയും വലിയൊരു കെട്ടിടവും ഇഷ്ടംപോലെ പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 40കളിലൊക്കെ 50കളിലും 40കളിലൊക്കെ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വായനശാലയായിരുന്നു. വായനശാല പ്രസിഡന്റ് MV ഗോപി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KG ബൈജു, അധ്യാപിക സജിത അജിത്, PS സന്ദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. ജൂൺ 19 മുതൽ ജൂലൈ 7 വരെയാണ് വായന പക്ഷാചരണം സംഘടിപ്പിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പുസ്തക ചർച്ച, പുസ്തക അവതരണം, വിദ്യാഭ്യാസ അവാർഡ് വിതരണം, കുട്ടികൾക്കുള്ള വായനക്കളരി, K ദാമോദരൻ അനുസ്മരണം, IV ദാസ് അനുസ്മരണം എന്നിവ നടക്കും. മാള ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ വർഷം നിർമ്മിച്ചു നൽകുന്ന 2ാമത്തെ വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് താക്കോൽദാനം നിർവഹിച്ചു. ഇവിടെ ഈ ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറുകയാണ്. ഈ അടച്ചുറപ്പുള്ളൊരു വീട് നമ്മളെല്ലാവരും വലിയ ആഗ്രഹങ്ങളാണ്. നേരത്തെ ഇവിടെ വിഷയപ്രസംഗത്തിൽ പറഞ്ഞു, വളരെ ചെറിയ ഒരു വീടുണ്ടായിരുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ജോലി ചെയ്യുന്നത് അതിൻ്റെ ഭാര്യയ്ക്കെതിരെ പ്രയാസങ്ങൾ, അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മാള ലയൺസ് ക്ലബ്ബ് 4 വീടുകൾ വെച്ച് കൊടുക്കുന്നതിൽ ഒന്നായി ഈ വീടിനെ പരിഗണിക്കുകയും
ഇത് വീടിൻ്റെ പരിപൂർണമായ എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ടാണ് ഈ ഭവനം കൈമാറുന്നത്. അപ്പോൾ ഭവനം വെച്ച് കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. നമ്മളൊരു കുടുംബത്തെ സുരക്ഷിതമാക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ കാലത്ത് എല്ലാവരും വലിയ പ്രയാസത്തിലാണ്. വലിയ രീതിയിൽ പിന്നെ ലോൺ എടുത്ത് വീട് വെക്കുകയും ജീവിതകാലം മുഴുവൻ ആ ലോൺ അടയ്ക്കാൻ വേണ്ടി പിന്നെ പണിയെടുക്കുകയും അതിനിടയിൽ എപ്പോഴെങ്കിലും സാധിക്കാതെ പോയി ലോൺ കൂടി ശരിയായി കൊടുക്കും ആ ലോണിൻ്റെ പേരിൽ മാത്രം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരികയും ചെയ്യുന്ന ജപ്തിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ കത്തുകളും നിവേദനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എടുത്തു വരുന്നുണ്ട്. സർക്കാരിന് അത് കുറേ കാലത്തേക്ക് ജപ്തി നിർത്തിലാക്കി വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ നിർത്തിലാക്കി വെച്ചാൽ വീടുകളൊന്നും തന്നെ അല്ലെങ്കിൽ ബാങ്കുകളൊന്നും തന്നെ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ടൊപ്പം ചെറിയ ചെറിയ സ്കീമുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ കൂടി ജനങ്ങളുടെ കയ്യിൽ പണമില്ലാത്തതിൻ്റെ വലിയ പ്രയാസമുണ്ട്. ആ പ്രയാസമൊക്കെ അനുഭവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതിൽ ഒരാളെ സംരക്ഷിക്കാനും സഹായിക്കാനും സാധിക്കുന്ന ഒരു പ്രവർത്തനത്തിനാണ് നമ്മുടെ തുടർന്ന് കുറിച്ചിട്ടുള്ളത്. ഈ പ്രവർത്തനത്തിന് എല്ലാവരും ആശംസകൾ നേരുകയാണ്. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സെലിൻ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ധന്യ ദേവദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗം സൗമ്യ ജോജി, എ രാമകൃഷ്ണൻ, പി കെ ജോസ്, ജോളി വടക്കൻ, സാലി പീറ്റർ എന്നിവർ സംസാരിച്ചു. മലയാംകുന്ന് സ്വദേശി പ്രദീപിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ അന്നമനട സ്വാശ്രയ കർഷക സമിതിയുടെ വാർഷിക പൊതുയോഗവും ആദരവ് പരിപാടിയും നടന്നു. മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ഇതിനൊരു കെട്ടിടം കൂടി ഇവിടെ പ്രഖ്യാപിച്ചാലേ ഇവിടുന്ന് പോകാൻ സാധിക്കുന്നുള്ള ഭീഷണിയൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ തന്നെ നമുക്കത് പരിഗണിക്കാം. ഇപ്പോൾ തന്നെ എത്ര എന്ന് പറയുന്നില്ല. അതിൻ്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ നോക്കിയതിനു ശേഷം അന്നാമലയിലെ ഈ VFPCക്ക് ഒരു പ്രത്യേക പരിഗണന എൻ്റെ നൽകാമെന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. ഇവിടെ സ്വാശ്രയമായി കർഷകരെ സഹായിക്കുന്നതിന് രൂപം കൊടുത്തിട്ടുള്ള നമ്മുടെ 1956 ഇന്ത്യൻ കമ്പനി ആക്ടിലെ സെക്ഷൻ 25 പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കമ്പനികളാണ് കേരളത്തിലെ VFPCക്ക് എന്ന് പറയുന്നത്. പഴം പച്ചക്കറി മേഖലയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നിരവധിയായ കാര്യങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. കേരള സർക്കാരിൻ്റെ ഓഹരികളും അതുപോലെ തന്നെ വിവിധ കർഷകരുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് 50% ഓഹരികളും അതുപോലെ തന്നെ അനുബന്ധ സാമ്പത്തിക സൗകര്യങ്ങൾ ഒരുക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ 20% ഓഹരികളുടെ ഉൾപ്പെടെ പ്രക്രിയയിലാണ് ഈ കമ്പനി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അന്നമനട SKS പ്രസിഡന്റ് SK സത്താർ അധ്യക്ഷത വഹിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവൻ മുഖ്യാതിഥിയായ ചടങ്ങിൽ മികച്ച കർഷക ഗ്രൂപ്പ്, ഏറ്റവും കൂടുതൽ ഉൽപ്പന്നം കൊണ്ടുവന്ന കർഷകൻ, മുതിർന്ന കർഷകൻ, ഏറ്റവും നല്ല കച്ചവടക്കാരൻ എന്നിവരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ധന്യ ദേവദാസ്, VV ബേബി, അനുപമ രാജ, നിർമ്മൽ സി പാത്താടൻ, EB പ്രസാദ്, അലീന റോസ് പീറ്റർ, മുഹമ്മദ് അനസ്, CP ജെന്നി എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ സിവിൽ സ്റ്റേഷനിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥർക്കായി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ യോഗ സെക്ഷൻ സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് തഹസിൽദാർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സന്തോഷമുണ്ട്. അതോടൊപ്പം നമ്മൾ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്. നമ്മളുടെ ശാരീരികമായ ഫിറ്റ്നസ് പലപ്പോഴും നമ്മുടെ ജോലിയുടെ പ്രത്യേകത കൊണ്ട് തന്നെ ക്രമേണ അപകടത്തിലാവുന്ന അല്ലെങ്കിൽ ആരോഗ്യകരമല്ലാതാവുന്ന സ്ഥിതിവിശേഷം പലരും അഭിമുഖീകരിക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ തൊഴിലിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ നമ്മുടെ ചലന സ്വാതന്ത്ര്യം പരിമിതപ്പെട്ടിരിക്കുകയാണ്. സീറ്റിലിരുന്ന് നിരന്തരം ജോലി ചെയ്യുന്നത് മൂലം നമ്മൾക്ക് ഉണ്ടാകാവുന്ന ശൈലി രോഗങ്ങൾ അനവധി ഫേസ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജീവനക്കാരുടെ ശരാശരി പ്രായം ഞാൻ ഒറ്റനോട്ടത്തിൽ കണ്ടതിൽ ഏതാണ്ട് 40-45 വയസ്സാണ്. നമ്മൾ ഏത് പ്രായത്തിലും നമ്മുടെ പ്രായത്തിന് അനുയോജ്യമായ ഷഫീർ ആനക്കോടൻ, ഡെപ്യൂട്ടി തഹസിൽദാർ ശ്യാമള എന്നിവർ സംസാരിച്ചു. യോഗാചാര്യ ആതിര യോഗ സെക്ഷന് നേതൃത്വം നൽകി. പടിഞ്ഞാറെ വെമ്പല്ലൂർ ശ്രീ സായി വിദ്യാഭവനിൽ അന്താരാഷ്ട്ര യോഗ ഡേയും ഇന്റർനാഷണൽ മ്യൂസിക് ഡേയും വിവിധ പരിപാടികളോടെ സമുചിതമായി ആഘോഷിച്ചു. യോഗ ഗുരു, ദ്രോണാചാര്യ അവാർഡ് ജേതാവും വിവിധ മാർഷൽ ആർട്സ് മാസ്റ്ററുമായ അശോകൻ ഗുരുക്കൾ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗാ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഇന്നിവിടെ നമ്മൾ നടത്തുന്ന ഈ പരിപാടിയിൽ
ഇത്രയും മിടുക്കരായിട്ടുള്ള കുട്ടികളുടെ മുന്നിൽ നിന്ന് നിങ്ങളെ ഈ രീതിയിൽ നല്ല മിടുക്കരാക്കി വളർത്താൻ അതിൻ്റെ പിന്നിൽ പ്രയത്നിച്ച ആ അധ്യാപകർ, ഇവരുടെയൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് ഇത്രയും ഒരു വലിയ, ഞാൻ പുറത്തുനിന്ന് മനസ്സിലാക്കി കൊടുത്തോളം ഒരുപാട് വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളാണ്. ഇങ്ങനെ ഈ സ്കൂളിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് മനോഹരമായ സംഗീത അകമ്പടിയോടെ KG വിഭാഗം വിദ്യാർത്ഥികളടക്കമുള്ളവർ യോഗാഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച മാസ് യോഗ പ്രകടനം അത്യാകർഷകമായിരുന്നു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെയും വിവിധ മേഖലകളിൽ വൈദഗ്ധ്യം തെളിയിച്ചവരെയും SN പുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. AICC സെക്രട്ടറി മുൻ MP-യുമായ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷുകാരനെ ഇന്ത്യയിൽ നിന്നും എന്നേക്കുമായി നാട് കടത്തുവാൻ ഐതിഹാസികമായ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നാമത്തിൽ എല്ലാ മക്കളെയും ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്, അഭിനന്ദിക്കുകയാണ്. അതേപോലെ നേരത്തെ രാജേന്ദ്രൻ മാഷ് ഇവരുടെ മക്കളെ സംബന്ധിച്ച് ഇന്ന് ആദരിക്കുന്ന കുട്ടികൾ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ മക്കളെ പേരെടുത്ത് പറഞ്ഞ് അഭിവാദ്യം ചെയ്യുകയുണ്ടായി. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ മികവും കഴിവും തെളിയിച്ച മിടുക്കികളും മിടുക്കന്മാരുമായ ആ പ്രതിഭകളെയും പ്രത്യേകമായി ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന, ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും മികച്ച ശാസ്ത്ര സാങ്കേതിക വിദഗ്ധനും ഒരു ശാസ്ത്രജ്ഞനും സാമൂഹ്യ പരിഷ്കർത്താവുമായ മഹാനായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ നാമത്തിൽ നേരത്തെ രാജേന്ദ്രൻ മാഷ് ഇവിടെ നാമകരണം ചെയ്ത എല്ലാ മക്കളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നതുമായി, അഭിനന്ദിക്കുന്നതായി സ്നേഹത്തോടുകൂടി അറിയിക്കട്ടെ. മകളെ, നിങ്ങൾ ഈ മിടുക്കിന്, നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് പഠിച്ചതിന്, നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ച, +2 വരെ പഠിച്ചതിന്, നിങ്ങൾ ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ ഉത്തര പേപ്പറിൽ നിങ്ങൾ പഠിച്ചതെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചതിന് എഴുതിയ ഉത്തരത്തിന് മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ KS സിറാജ് അധ്യക്ഷത വഹിച്ചു. MES അസ്മാബി കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി VM ഷൈൻ മോട്ടിവേഷണൽ ക്ലാസ് നയിച്ചു. ഇന്ധന വില വർധനവിനെതിരെ KSKTU കയ്പമംഗലം വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. കാളമുറിയിൽ നടന്ന സമരം KSKTU നാട്ടിക ഏരിയ സെക്രട്ടറി KC സുധ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി യൂണിയൻ ഇന്നിവിടെ ഈ സമരം സംഘടിപ്പിക്കുന്നത് നമ്മൾക്ക് ഇടതുപക്ഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമായിട്ടല്ല, ലോകത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിലൊട്ടാകെ വേദനകൾ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന ഒരു സംഘടന തന്നെയാണ് കർഷക തൊഴിലാളി യൂണിയൻ. ഗ്യാസിൻ്റെ വില വർധനവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മൾ സ്ത്രീകൾക്ക് തന്നെയാണ്. നമുക്കറിയാം, അടുക്കള ബഡ്ജറ്റിൻ്റെ നിർമ്മാതാക്കൾ നമ്മൾ തന്നെയാണ്. നമുക്ക് ഈ വിലക്കയറ്റം രൂക്ഷതയിലെത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന വീട്ടമ്മമാർക്ക് ഇരുട്ടടി പോലെയാണ് ഈ ഗ്യാസിൻ്റെ വില വർധനവ് സംഭവിച്ചിട്ടുള്ളത്. ഗ്യാസിൻ്റെ വില വർധനവ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ളതല്ല. നമുക്കറിയാം, കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന കാലത്ത്, UPA സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഗ്യാസിൻ്റെ പെട്രോളിയത്തിൻ്റെ വില നിയന്ത്രണാധികാരം കോർപ്പറേറ്റുകൾക്ക് നിയന്ത്രിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുള്ളതാണ്. പിന്നീട് വന്ന BJP സർക്കാർ ഡീസലിൻ്റെ വിലയും നിയന്ത്രിക്കാനുള്ള അനുമതി കൊടുക്കുകയുണ്ടായി. തുടർന്ന് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വില വർദ്ധിക്കാത്ത സാഹചര്യത്തിലൊക്കെ അടിക്കടി ദിനംപ്രതി വില കയറ്റിക്കൊണ്ട് ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാർ വളരെ കുറേ കാലമായിട്ട് നടത്തി വരുന്നത്. ബിന്ദു രാജൻ അധ്യക്ഷത വഹിച്ചു. PL പോൾസൺ, TV സുരേഷ്, നൂറുൽ ഹുദ, PC മനോജ്, MC ശശിധരൻ, പ്രജിത മനോജ്, ഷാഹിറ സലാം എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലേക്ക് വീര്യം കുറഞ്ഞ മദ്യം വരുന്നു. മദ്യക്കമ്പനികളുടെ ആവശ്യം അംഗീകരിച്ചു. ഇന്നലെയാണ് നികുതി ഘടന നിശ്ചയിച്ചത്.
മുസരീസ് പൈതൃക പദ്ധതിയുടെ ഭാവിയെക്കുറിച്ച് ബജറ്റിൽ വ്യക്തമായ പുതിയ പ്രഖ്യാപനങ്ങളില്ലാത്തതിൽ നിരാശ. പുതിയ പദ്ധതികളോ പ്രത്യേക ധനവിനിയോഗമോ ബജറ്റിൽ ഉൾപ്പെട്ടിട്ടില്ല. തൃപ്രയാറിൽ കാറിൽ നിന്ന് 16 ലക്ഷം രൂപ കവർന്ന കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ഡോളർ ഇടപാടിന്റെ മറവിൽ നടന്ന തട്ടിപ്പാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.